നമസ്കാരം. ഈ അപകടമുണ്ടായി, അർജുൻ ഈ അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞ സമയം മുതൽ തന്നെ ലോറി കരയിലാണ് എന്ന സൂചനകളാണ് അർജുൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് അവിടെ എത്തിയ അർജുൻ്റെ സുഹൃത്തുക്കളുമൊക്കെ നൽകിയത്. അതനുസരിച്ച് ആണ് തിരച്ചിൽ നടത്തിയത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്ഥലം MLA തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കേരളത്തിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ടാണ് കുന്നിലും റോഡിലുമൊക്കെ 6-7 ദിവസം തിരഞ്ഞത് എന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറയുന്നത്. അർജുന് പുറമെ കാണാതായ 2 പേർക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. കേരളവും കർണാടകയും ഒന്നിച്ച് ശ്രമിക്കുകയാണ്. ലോറിയിൽ 6 ദിവസം വരെ ജീവൻ നിലനിൽക്കുമെന്നും ലോറിയുടെ GPS റോഡിലാണ് കാണിക്കുന്നത് എന്നുമാണ് കേരളത്തിൽ നിന്ന് എത്തിയ അർജുൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞത്. ഇതോടെയാണ് പുഴയിൽ കേന്ദ്രീകരിക്കാതെ റോഡിൽ തിരച്ചിൽ നടത്തിയത്. അധികൃതരോട് ആദ്യം അതൃപ്തി ഉണ്ടായെങ്കിലും ഇപ്പോൾ തിരച്ചിൽ ശരിയായ ദിശയിലാണ് എന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അർജുൻ്റെ ലോറി റോഡിലുണ്ടോ എന്ന സംശയമാണ് ആദ്യം പങ്കുവച്ചത്. പ്രാഥമിക തെരച്ചിലിൽ ലോറി പുഴയിൽ ഇല്ല എന്നാണ് നേവി NDRF സംഘങ്ങളുമൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുഴയിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒഴുക്കിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. ഗംഗാവലി പുഴയിൽ 6 നോട്ട്സിന് മുകളിലാണ്, അതായത് മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗത്തിലുള്ള ജലപ്രവാഹമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 നോട്ട്സ് ആണെങ്കിൽ മാത്രമേ നാവിക ഉദ്യോഗസ്ഥർക്ക് തിരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ലോറി ആദ്യം കരയിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല ലോറി ഉടമ അടക്കം പറഞ്ഞത് ലോറി മണ്ണിനടിയിലുണ്ട്. ലോറിയുടെ സിഗ്നൽ GPS സിഗ്നൽ ലഭിച്ചത് മണ്ണിനടിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലോറി അതിനടിയിലുണ്ട് എന്ന രീതിയിൽ മീറ്ററുകളോളം മണ്ണ് മാറ്റി 5-6 ദിവസമാണ് ഈ വിഷയത്തിൽ തിരച്ചിൽ നടത്തിയത്. അതിനുശേഷമാണ് പിന്നീട് പുഴയിലേക്ക് ലോറി പതിച്ചിരിക്കാം എന്നുള്ള സംശയം ഉയർന്നത്. അതിനുശേഷമാണ് പുഴയിലേക്ക് തിരച്ചിൽ മാറ്റിയത്. ഇപ്പോൾ പുഴയ്ക്കും നദിക്കുമിടയിലുള്ള ഭാഗത്തും തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ നദിയുടെ കരയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ലോറി എന്നുള്ള സിഗ്നലുകളാണ് ലഭിച്ചിരിക്കുന്നത്. ലോറി ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി. അതിനുശേഷം ആയിരിക്കും ബാക്കി കാര്യങ്ങൾ. അത് നീളും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലോറിക്കുള്ളിൽ അർജുൻ ഇല്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. അർജുൻ ലോറിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്, മണ്ണിടിഞ്ഞു വീണത്. ആ മണ്ണിടിച്ചിലിൻ്റെ ശക്തിയിൽ അർജുൻ പുഴയിലേക്ക് വീഴാം, അതുവഴി ഒഴുകിപ്പോകാം. ഒപ്പം തന്നെ ലോറിയും പുഴയിലേക്ക് വീണു. ഭാരമുള്ളതുകൊണ്ട് ലോറി ഒഴുകിപ്പോയില്ല, നിറച്ച തടിയായിരുന്നു. അതുകൊണ്ട് ലോറി കുത്തനെ നദിക്കുള്ളിലെ മണ്ണിൽ കുത്തി നിൽക്കുകയാണ് എന്നുള്ള സിഗ്നലുകളാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. മറ്റ് ചില ലോഹ സാന്നിധ്യങ്ങളുടെ സിഗ്നലുകളുമൊക്കെ തന്നെ ലഭിച്ചിരുന്നു. അർജുൻ്റെ ബന്ധുക്കളും അർജുനെ തേടി കേരളത്തിൽ നിന്ന് വന്നവരുമൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരച്ചിൽ നടത്തിയത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ പുഴയിൽ തിരച്ചിൽ നടത്തിയേനെ എന്നുള്ള സൂചനയാണ് കാർവാർ MLA ഇപ്പോൾ നൽകുന്നത്. എന്തായാലും തിരച്ചിൽ നീളും, തിരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രദേശത്ത് കനത്ത മഴ കാരണം തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സൈന്യത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷേ സൈനിക ഉദ്യോഗസ്ഥർ ഇതിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇനി ബാക്കി നടപടി ഈ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം മന്ത്രിമാരടങ്ങുന്ന സംഘം കേരളത്തിൽ നിന്ന് ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസും മന്ത്രി AK ശശീന്ദ്രനും ഷിരൂരിൽ എത്തുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തിരച്ചിൽ സാധാരണഗതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പുതിയ യന്ത്ര സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ നദിയിലേക്ക് നേരിട്ടിറങ്ങിയുള്ള തെരച്ചിൽ ഇനിയും വൈകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരമാവധി 3 നോട്ട്, അതായത് ഏതാണ്ട് 5.55 കിലോമീറ്റർ വരെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ആയെങ്കിൽ മാത്രമേ നാവിക ഉദ്യോഗസ്ഥർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ആ നിലയിലേക്ക് ഒഴുക്ക് കുറയാൻ ഇടയില്ല. ജീവന് ഭീഷണിയുള്ളപ്പോൾ നാവികസേനയെ തിരച്ചിലിന് നിർബന്ധിക്കാനാവില്ല എന്നാണ് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറയുന്നത്. ഇതോടെ ലോറിക്കടുത്ത് എത്തുന്നത് വൈകും എന്ന സൂചനകളുമുണ്ട്. നേരത്തെ ഒരു ലോഹ സാന്നിധ്യം കൂടി നദിക്കടിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇലക്ട്രിക് ഹൈടെൻഷൻ ലൈൻ ടവർ, റോഡിൽ ഉപയോഗിക്കുന്ന ഡിവൈഡർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ഒരു ലോഹ സാന്നിധ്യം എന്നാണ് അനുമാനം. റോഡിൽ നിന്ന് 50 മീറ്ററിലധികം അകലെ പുഴയിൽ 5 മീറ്റർ താഴ്ചയിലാണ് അർജുൻ്റെ ലോറി എന്നാണ് കഴിഞ്ഞ ദിവസം ലഭിച്ച സ്ഥിരീകരണം.